ആദ്യം തന്നെ ഒരു പ്രൂഫ് കാണാം. അതായത് എൻ്റെ ഒരു വീഡിയോയുടെ ടാഗ്സ് ആണ്. ഈ ടാഗുകളൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂസ് വരുന്ന എല്ലാ ആൾക്കാരുടെയും ടാഗുകൾ റാങ്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഗ്രീൻ കളറിൽ ടാഗ് റാങ്ക് ചെയ്യുന്നു, ഒന്നാമത് രണ്ടാമതൊക്കെ കാണിക്കും. നേരെ മറിച്ച് വ്യൂസ് വരാത്ത പുതിയ ചാനലുകൾ കഥ കേട്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതായത് നമുക്ക് 50 60 വ്യൂസോ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 12 മണിക്കൂറോളം നമ്മൾ വ്യൂസിന് വേണ്ടി കാത്തിരിക്കും. 24 മണിക്കൂർ കഴിയുമ്പോൾ വ്യൂസ് ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും. നേരെ മറിച്ച് ആദ്യത്തെ 12 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ വ്യൂസ് വരുത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീഡിയോസിൽ വ്യൂസ് വരുത്താനും വേണ്ടി ആകെയുള്ള ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാഗുകൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള ടാഗുകളെ റാങ്ക് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ടാഗ് റാങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ടാഗ് റാങ്കിങ് നോക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ടാഗ് റാങ്ക് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ റാങ്ക് ചെയ്യിപ്പിക്കാം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും, എന്നാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫുൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, ഈ പ്ലേ സ്റ്റോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ആദ്യം തന്നെ ട്യൂബഡി എന്ന് സെർച്ച് ചെയ്യുക. ട്യൂബഡി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇങ്ങനെ ട്യൂബഡിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ട്യൂബഡിയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ ID ഉണ്ടല്ലോ, അതായത് ആ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് തന്നെ സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ചാനൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് സബ്സ്ക്രൈബറെ കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് വീഡിയോസ്, അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണിക്കും. ഈ വീഡിയോസ് കാണിക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ അടിയിൽ കമൻറ്റ് അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ കാണിക്കും. ഇതിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ വീഡിയോയുടെ ടാഗുകളാണ്. ഈ ടാഗുകൾ റാങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈക്ക്, അതുപോലെ തന്നെ നമ്മുടെ വ്യൂസ് കൗണ്ട് ആവുന്നതിനനുസരിച്ച് തന്നെ ഇതിൽ കൂടുതലായിട്ട് വ്യൂസ് വരുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതായത് ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്കുകൾ കാണിക്കും. അതായത് ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ഈ തമ്പനയിലുണ്ടല്ലോ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന തമ്പനയിലിൻ്റെ സൈസ് കറക്റ്റ് ആണോ, അതുപോലെ തന്നെ IKG ആണോ, ഇതിൻ്റെ റെസൊല്യൂഷൻ കറക്റ്റ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആദ്യം തന്നെ ഈ ഗ്രീൻ മാർക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അതിൻ്റെ തൊട്ടടിയിലായിട്ട് ആഡ് ടാഗ്സ് യുവർ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് 1 2 ടാഗുകൾ എന്തായാലും, അതായത് നമ്മളിപ്പോൾ പറയുന്ന കീവേഡുകൾ അല്ലെങ്കിൽ ടാഗുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടൈറ്റിലിൽ എന്തായാലും ഉണ്ടാവണം. ഇത്തരത്തിൽ ടൈറ്റിലിൽ കീവേഡ് ഉണ്ടെങ്കിലും ടാഗ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഇവിടെ ഈ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈറ്റിലും അത്തരത്തിൽ ടാഗ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അടിയിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ഉണ്ടോ അല്ലെങ്കിൽ കീവേഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഗ്രീൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ 3 സ്ഥലത്തും ഗ്രീൻ മാർക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ ടൈറ്റിലിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ആണെന്നും, അതുപോലെ കാർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇവിടെ അടിയിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവിടെ ഒരു ടാഗിൻ്റെ ഒരു എംബ്ലം കാണാം. ഈ എംബ്ലത്തിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, ഈ വീഡിയോയിൽ ആകെ 2 ടാഗ് അല്ല 3 ടാഗാണ് റാങ്ക് ചെയ്യുന്നത്. അത് 4ാം സ്ഥാനത്താണ് റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ചാനലിലുള്ള വീഡിയോസിൽ ടാഗ് റാങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ടാഗുകൾ മിക്കതും റാങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് ആദ്യത്തെ ടാഗ് 63ാമത്തെ സ്ഥാനത്താണ് റാങ്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് രണ്ടാമത്തെ ടാഗ് കാണിക്കുന്നത് 4ാമത്തെ സ്ഥാനത്താണ് റാങ്ക് ചെയ്യുന്നത്. അതുപോലെ 18 സ്ഥാനത്ത് റാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 46ാമത്തെ സ്ഥാനത്ത് റാങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 3ാമത്തെ സ്ഥാനത്ത് റാങ്ക് ചെയ്യുന്ന ടാഗുകളുണ്ട്. ഈ മൂന്നാമത് എന്ന്, അതായത് ഗ്രീനിൽ 3 എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ടാഗിനെ നമ്മൾ കോപ്പി ചെയ്ത് യൂട്യൂബിൽ കൊണ്ടുപോയി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ 3ാമത് സെർച്ച് റിസൾട്ടിൽ കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ പഴയ വീഡിയോകളാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് റാങ്ക് ചെയ്താൽ മാത്രമാണ്, ഇതുപോലെ ടാഗ് റാങ്ക് ചെയ്താൽ മാത്രമാണ് സെർച്ചിൽ കാണിക്കുള്ളൂ. അതായത് ഒരു പുതിയ ചാനലാണെങ്കിൽ ആ ചാനലിലേക്ക് ബ്രൗസ് ഫീച്ചറിലൂടെ വ്യൂസ് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സെർച്ചിലൂടെ വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാഗുകൾ റാങ്ക് ചെയ്യിപ്പിക്കണം. ഇങ്ങനെ ടാഗുകൾ റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗുകളിലൂടെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കാണിക്കുകയും
ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വ്യൂസ് വരികയും ചെയ്യും. ഇനി നമുക്ക് എങ്ങനെയാണ് ടാഗ് റാങ്ക് ചെയ്യുക എന്നുള്ളത് അറിയാം. അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു, വ്യൂസ് കുറഞ്ഞൊരു വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അതായത് തീരെ വ്യൂസ് കുറവാണെങ്കിൽ അതിൽ ടാഗ് റാങ്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഒറ്റ ടാഗും റാങ്ക് ചെയ്യുന്നില്ല. ഇതുപോലെയുള്ള ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ ടാഗിനെ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ വീഡിയോനെ കറക്റ്റായിട്ട് YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യണം. അതായത് നിങ്ങളുടെ പഴയ വീഡിയോസിലും ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാവർക്കും കാണിക്കുന്ന പോലെ ഫ്രണ്ട് പേജ് കാണിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോനെയാണോ നമ്മൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോനെ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ വീഡിയോനെയാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇവിടെ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അടിയിലേക്ക് നമുക്ക് ടാഗിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഈ ടാഗിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാ ടാഗുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ട്യൂബഡി ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ട്യൂബഡി ആപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യം തന്നെ നോക്കണം നമ്മുടെ ആ വീഡിയോയിൽ ഏതൊക്കെ ടാഗുകൾ റാങ്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 12 മണിക്കൂറിന് ശേഷം നമുക്ക് വ്യൂസ് വരുന്നില്ല, 50-60 വ്യൂസ് വന്ന് നമ്മുടെ വ്യൂസ് കുറഞ്ഞാണ് പോകുന്നത്, അല്ലെങ്കിൽ 100 വ്യൂസ് 300 വ്യൂസൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ആ വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 1-2 ടാഗുകൾ ഇതുപോലെ റാങ്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഒറ്റ ടാഗുകളും നമുക്ക് റാങ്ക് ചെയ്യില്ല. അപ്പോൾ 1-2 ടാഗുകൾ റാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടാഗിനെ നമ്മൾ ഒരിക്കലും ഡിലീറ്റാക്കി കളയരുത്. ആ ടാഗിനെ നമ്മളിവിടെ ട്യൂബഡി ആപ്ലിക്കേഷനിൽ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. അതിനെ ഒരിക്കലും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. നേരെ മറിച്ച് ഒറ്റ ടാഗും റാങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതും പറയാം. ഇങ്ങനെ ഈ ടാഗിനെ നമ്മൾ മനസ്സിലാക്കുക. അതായത് റാങ്ക് ചെയ്യുന്ന ടാഗിനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ടാഗിനെ നിലനിർത്തിയിട്ട് നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്കി എല്ലാ ടാഗുകളെയും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു X എന്ന് കൊടുത്തിട്ടില്ലേ, ആ ഇൻറ്റു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ടാഗുകളെയും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ സെയിം വീഡിയോയുടെ തന്നെ ആയിരിക്കണം, വേറെ വീഡിയോയുടെ അല്ല, ആ സെയിം വീഡിയോയുടെ തന്നെ നമ്മൾ അനലറ്റിക്സിൽ പോകണം. അതായത് തൊട്ട് ബാക്കിൽ പോയിട്ട് ആ വീഡിയോയുടെ തന്നെ അനലറ്റിക്സ് ഉണ്ടല്ലോ, അതായത് വ്യൂ മോറിൽ പോവുക. ഇങ്ങനെ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തന്നെ റീച്ച് ഉണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഓഡിയൻസ് ഉണ്ട്. അതിൽ ഈ റീച്ചിൽ നമുക്ക് ഇവിടെ യൂട്യൂബ് സെർച്ചിലൂടെ ഈ വീഡിയോയിൽ വ്യൂസ് വരുന്നതാണ്. എന്നാൽ നമുക്ക് യൂട്യൂബ് സെർച്ച് ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനുണ്ട്. ഈ സെർച്ച് ടേം എന്നുള്ള ഈ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സെർച്ച് ടേമുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെർച്ച് ടേം ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണാൻ, അതായത് YT സ്റ്റുഡിയോയിൽ ഫുള്ളായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ ഏതെങ്കിലും ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോയുടെ തന്നെ അനലറ്റിക്സിൽ പോയിട്ട് ഇതുപോലെ യൂട്യൂബ് സെർച്ച് ടേം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷനെ മൊത്തമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ സെർച്ച് ടേമുകളെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കോപ്പി ചെയ്യാൻ പറ്റില്ല, നേരെ മറിച്ച് നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ടൈപ്പ് ചെയ്ത് എല്ലാ ടാഗുകളും ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ഒരുപാട് സെർച്ച് ടേമുകൾ കാണും. ഈ സെർച്ച് ടേമിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ ടാഗിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സെർച്ച് ടേമിനെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഈ സെർച്ച് ടേമിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഇപ്പോൾ 77%, 9% ഒക്കെ ഉള്ള ഈ സെർച്ച് ടേമുകളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മളിവിടെ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ടാഗിൽ കൊണ്ടുവരിക. ഈ ടാഗിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക. ഈ ടാഗിൽ ഈ സെർച്ച് ടേമുകളൊക്കെ പേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിന് 2 മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ട്യൂബഡിയുടെ ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത്. ഈ ട്യൂബഡിയുടെ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഗ്രീൻ ഐക്കണിലുള്ള ടാഗുകൾ, അതായത് റാങ്ക് ചെയ്യുന്ന ടാഗുകൾ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അതുപോലെ തന്നെ ആ റാങ്ക് ചെയ്യുന്ന ആ കീവേഡുകൾ അല്ലെങ്കിൽ ആ ടാഗുകൾ, ആ ലോങ് ടൈൽ കീവേഡുകൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണിക്കും. അതിലൂടെ സെർച്ചിലൂടെ നിങ്ങൾക്ക് വ്യൂസ് വരികയും ആ വീഡിയോയിൽ കൂടുതൽ വ്യൂസ് വരും. ആ വ്യൂസ് വരുന്നതിനനുസരിച്ച് യൂട്യൂബ് ഇംപ്രഷൻ കാണിക്കുകയും പിന്നീട് നിങ്ങൾക്ക് ബ്രൗസ് ഫീച്ചറിലൂടെയും സജഷനിലൂടെയും എല്ലാ രീതിയിലും നിങ്ങൾക്ക് വ്യൂസ് വരികയും അതിലൂടെ വ്യൂസ് വർദ്ധിപ്പിക്കാനും ഓരോ വീഡിയോയുടെയും 12 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെർച്ച് ടേമുകൾ എടുത്ത് നിങ്ങളുടെ ടാഗ് സെക്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സെർച്ച് ടേം തന്നെയാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെർച്ച് ടേമുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ടാഗ് സെക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ടാഗുകൾ റാങ്ക് ചെയ്യലും ആ ടാഗുകളിലൂടെ നിങ്ങൾക്ക് സെർച്ചിലൂടെ വ്യൂസ് വരികയും ആ വീഡിയോയിൽ വ്യൂസ് വരികയും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.
തീരെ വ്യൂസ് ഇല്ലാത്തവർക്ക് വ്യൂസ് വരുത്താൻ വേണ്ടി കഥ കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഏതെങ്കിലുമൊക്കെ ടെക്നിക്സുകൾ മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് വ്യൂസ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.